ഗൈസ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗെന്ന് വെച്ചാൽ നമ്മൾ അന്ന് കുറച്ച് പടങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കി പാറുവിൻ്റെ പടങ്ങളും പിന്നെ എൻ്റെ കുറച്ച് നാലഞ്ച് പടങ്ങളും ഉണ്ട്. അതും കൂടെ ഈ വ്ളോഗിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ പാറുവിൻ്റെ കുറച്ച് ബാക്കിയും കൂടെ ഉണ്ട്. ഇത് വേറെ ഒരു സ്കെച്ച് ബുക്കാണേ. ഇതൊരു ഫസ്റ്റ് പ്രിമിനി, ഇതാണൊരു സെക്കൻഡ് പടം, തേർഡ് പടം. ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല, ഷോർട്സ് അല്ലേ, പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ച് പോവാണേ. ഫിഫ്ത്ത് പടം കുറച്ച് പടം അധികം ഉണ്ടിരിക്കും. എല്ലാം ഇത് വായിച്ചിട്ട് പോകണ്ടൊക്കെ ചെയ്യാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പടമാണ്. ഇതൊരു ഗണപതി അത്ര ശരിയായില്ല. ഇതൊരു ആപ്പിൾ ചെയ്യാനുള്ളതാണ്. സെൻറ്റങ്കിൾ ആർട്ടാണ്. ഇതൊരു ഐ ചെയ്യാൻ നോക്കിയതാണ്, കുഴപ്പമില്ല. അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വീടില്ല, അതിലെ പടങ്ങളൊന്നും വലിയ നല്ലതായിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കറിയില്ല. എന്തോ ഇതാണ് ടോപ്പ് ഇൻട്രസ്റ്റ് കണ്ട് വരച്ചാണ്. ഇത് ലാവാബോളാണ്. ഇത് ലോട്ടസ് സിൽവർ കളർ ലോട്ടസ് പെൻ കൊണ്ട് വരച്ചാണ്. ഗ്ലിറ്ററിങ്ങും സിൽവറും വരുന്നതാണ്. ഇത് ഞാൻ കഴിഞ്ഞ ബുക്കിൽ കാണിച്ച പോലെ തന്നെ ഒന്ന് വരച്ചതാണ്. ഒന്ന് അതിൻ്റെ ഇത് അത് തന്നെ വലുതായിട്ടൊന്നും വരച്ചാണ്. വലിയ ബുക്കിൽ ഭംഗിയായിരിക്കും, പക്ഷെ അതിൻ്റെ അത്ര ഭംഗി വന്നു. അതിൻ്റെ അത്ര ഭംഗി എന്താണെന്നറിയില്ല. ഇതും അതിലുള്ള തന്നെ കളറല്ലായിരുന്നല്ലോ, ഷെയ്ഡഡ് ഓഫ്. ഇത് ഡ്രോയിങ്ങിൽ ടീച്ചർ പഠിപ്പിച്ചാണ് കേട്ടോ എന്നെ വരയ്ക്കാൻ. ഇത് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് വിചാരിക്കുക. ഇത് ഈ വലത്തെ സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് വിചാരിക്കുക. ഇങ്ങനെയാണത്. ഇങ്ങനെ ബുക്കി വരച്ചത്. ഇതെൻ്റെ തന്നെ പാറ്റേൺ ആണ്. ഇത് കണ്ടാലും മനസ്സിലാവും. കുറേ പാറ്റേൺസ് ആണ് ഇങ്ങനെ. ഇതിങ്ങനത്തെ പാറ്റേൺ, അങ്ങനെ പാറ്റേൺ വരച്ചൊക്കെ. ഇത് അമ്മീപ്പാണ് പറയുന്നത്. ഇതൊരു 3D പോലെ. ഇത് കൊളവായൊരു പടം. ഇത് ഞാൻ വരച്ചു, ഇതൊക്കെ ഇവള് വരച്ചു. അതൊന്നും കൊള്ളത്തില്ല. ഇതൊക്കെ എനിക്കിനി ബാലൻസ് ചെയ്യാനുള്ളതാണ്. അതാണ് ഞാൻ കുറേയൊക്കെ ഇതിലിങ്ങനെ വിറ്റിട്ടുണ്ട്. അതിന് പിന്നെ ചെയ്യാൻ നല്ല മടിയാണ്. ഇതൊരു പെൻസിൽ ഷെയ്ഡിങ് ആണ്. ഇത് യു ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞൊരു അസൈൻമെന്റ്. പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ എനിക്ക് ബാക്കി ചെയ്യാനുള്ളതാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി വെച്ചതാണ്. അല്ല, ബുഷീസ് ആർട്ട് എന്ന് പറയുന്നൊരു പേജ് നോക്കി നല്ല മോൾക്ക് വരയ്ക്കും എളുപ്പത്തിൽ. അത്രയും പടംസ് ആണ് ഉള്ളത്, പിക്ചേഴ്സ് ആണുള്ളത്. അടുത്ത് വന്നിട്ട് ഈ മഹാറാണിയുടെയാണ്. പാറുവിന്റെ സെയിം ബുക്കാണ്. ചെറിയ പടങ്ങളൊന്നും സെയിം അല്ല. ഇതാണ് അവളുടെ ഫസ്റ്റ് പടം. ഒന്നും ഇങ്ങനെ വര വീണു, അത് കൊള്ളില്ല. ഇവള് വരയ്ക്കുന്ന ഇഷ്ടപ്പെടത്തില്ല. ഞാൻ വരയ്ക്കുന്ന എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെടില്ല. അവള് വരയ്ക്കുന്നൊന്നും ഇഷ്ടപ്പെടത്തില്ല. എനിക്കാണെങ്കിൽ നേരെ തിരിച്ചു. അടുത്തത് ഇതെനിക്ക് കുഴപ്പമില്ലല്ലേ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു, ഞാൻ വരച്ചത് ആകെ കുഴപ്പമില്ലെന്ന് പറയുന്നൊരു പടം ഇതാണ്. ഇത് അവള് വരച്ച പോലെ തന്നെ സെയിം പടം ഞാനും വരച്ചു. ഇത് അവള് വരച്ച പോലത്തെ വരയ്ക്കാൻ നോക്കിയതാണ് കുറേ. ഇതും ഞാൻ വരച്ച പോലത്തെ വരയ്ക്കാൻ നോക്കിയതാണ് കുളമായി. പിന്നെ കുറേ പച്ചമുളക് 3D അവൾ വരച്ചുണ്ടായിരുന്നു. ഞാൻ വരയ്ക്കാൻ പഠിപ്പിച്ചാണ്. ഇതൊരു പടം നീലാസ് ആർട്ടാന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതിയതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നെ വാശി ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഇളക്കിയിട്ടൊക്കെ ഇങ്ങനെ. പറയുന്നത് നമ്മളൊരു ഫയലിൽ ഇട്ട് വെച്ചിട്ടുള്ള പടങ്ങളാണ്. അതിനകത്ത് 2 പടം ഇതൊരു ഈ കുട്ടിയുടേതുമാണ്. ഈ കുട്ടി വരച്ചതിൽ ഏറ്റവും നല്ല പടം അതാണ് കേട്ടോ. ഇതെന്റെ ബുക്കിലുള്ള വേറെ ഒരു പടമാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. ശരിയാപ്പില്ല, ആ ബോർഡിന്റെ ഷേപ്പ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിരുന്നു കേട്ടോ. പെൻസിൽ കൊണ്ട് വരച്ചതാണ്. അതെല്ലാം അങ്ങനെ തന്നെയാണ്. ഇത് ഞാൻ സ്റ്റിക്കി നോട്ടൊക്കെ ഇട്ടിട്ട് നിലാസ് ആർട്ട്, എല്ലാത്തിലും നിലാസ് ആർട്ടാണ്. അടുത്തത് എന്താ ഫയലിൽ വെച്ചിരിക്കുന്ന ഇവള് വരച്ചതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല പടമാണ്. ഇവള് വരച്ചതിൽ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഫെയിലാണ്. ഞാൻ കാണിച്ച പടം ഞാൻ പിന്നെ കാണിക്കാം. ഇത് നല്ലൊരു ഫയലാണ്. പടം വന്നിട്ട് ഇതാണ് ഇവള് വരച്ച ഏറ്റവും നല്ല പടം എന്ന് പറഞ്ഞാൽ. ഞാൻ എടുത്തൊക്കെ കാണിക്കാൻ പറ്റുന്ന നല്ല പടം. അടുത്തത് ബാക്കി 2 എണ്ണം വന്നിട്ട് എൻ്റെ പടങ്ങളാണ്. ഇതൊരു പടം. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമാണ്.
ഇത് ഞാൻ വരച്ചാണ്, പക്ഷേ ഇതും ഇഷ്ടപ്പെട്ടു. എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ശരി, ഞാൻ വരയ്ക്കാൻ നോക്കി അത്ര പെർഫെക്റ്റ് ആയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുട്ടി കുട്ടി ഡ്രോയിങ്സ് അല്ലേ? ഡ്രോയിങ്സ്. യെസ്, ഞാൻ ഒത്തിരി പടങ്ങൾ വരയ്ക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് എൻ്റെ 4 പടം അല്ല 8-10 പടമൊക്കെ ഉള്ളായിരുന്നു. എല്ലാവരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബൈ.